ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് ഈ പാഠത്തിൽ ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. എന്താണ് ആക്ടിവിറ്റി 1 നോക്കിയേ, ഗസ്സിങ് ഗെയിമാണ്. ഓക്കെ, ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. If your friends can guess the word, they will be the winners. If your friends fail to find out the word, you will be the winner. ഓക്കെ, എന്താ പറയുന്നതെന്നറിയോ? ഇനി പാഠത്തിലേക്ക് ടെക്സ്റ്റിലേക്ക് പോയിട്ട് കുറേ വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മളതിനെ ആക്ട് ചെയ്ത് കാണിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് അതിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് വിൻ ചെയ്തു, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വിൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിനുവേണ്ടി ടീച്ചർ ചെറുതായിട്ട് ഒരു 4-5-8 വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബാക്കി കണ്ടുപിടിക്കുക. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾ നോക്ക്, സ്റ്റുഡ് എന്ന് പറയുമ്പോൾ ഒരു കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ കാണിക്കാം. എഡ്ജ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെങ്കിലും ഒരു അറ്റത്ത് പോയി നിൽക്കുക, അല്ലെ ക്ലാസ് റൂമിൻ്റെ അറ്റത്ത് പോയി നിൽക്കാം. സ്കെയറി ആണെങ്കിലോ പേടിക്കുന്ന പോലെ. സീക്രട്ട്, ഒരാളുടെ ചെവിയിൽ ഇങ്ങനെ വായ കൊണ്ട് സീക്രട്ടായിട്ട് പറയുന്ന പോലെ. കിസ്, എവിടെയെങ്കിലും നമ്മുടെ കൈക്കൊക്കെ ഉമ്മ കൊടുക്കുന്ന പോലെ കാണിക്കാം. സ്മൈൽ, ചിരിച്ച് കാണിക്കാം. പ്രസ്, എവിടെയെങ്കിലും ഞെക്കി പ്രസ് ചെയ്യാം. വാഷ്, കൈ കഴുകുന്ന പോലെ കാണിക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് എക്സാമ്പിളിന് മാത്രം വേണ്ടി കൊടുത്തതാണ് ടീച്ചർ. നിങ്ങൾ ഇതുപോലെ കുറേ വേർഡ്സ് ഇതുപോലെ നിങ്ങൾ ആക്ട് ചെയ്ത് കാണിക്കുക കേട്ടോ മക്കളെ. അപ്പോൾ ന്യൂ വേർഡ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കൂ, ആക്ടിവിറ്റി 2. യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി. ഹാവിൻറ്റ് യു? നിങ്ങൾ സ്റ്റോറി വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? ഇൻ ദ സ്റ്റോറി ചെസ്റ്റർ റാക്കൂൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിങ്സ്. ഈ സ്റ്റോറിയിൽ ചെസ്റ്റർ റാക്കൂണിന് വേറെ വേറെ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലേ? ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ. കുറേ ഫീലിങ്സ് ഇവിടെ എ കോളത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നത്? മാച്ച് ദം വിത്ത് ദ സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ ദ കോളം ബി. ഓക്കെ, ആ ഇമോഷൻസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമോജി കോളം ബിയിൽ തന്നിട്ടുള്ള ഇമോജിയായിട്ട് നിങ്ങളോട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അതിന് ഫസ്റ്റ് ഇമോഷൻ നോക്കൂ, വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. എങ്ങനെയാണ്? ഹി വിൽ ഫീൽ ഹാപ്പി, അല്ലേ? അത് സെക്കൻഡ് പിക്ചർ നോക്കൂ, ഹാപ്പി ആയിട്ടുള്ള പിക്ചർ. അവിടത്തേക്ക് ടീച്ചർ റെഡ് ആരോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. കൂട്ടുകാരെയും പുതിയ കുട്ടികളെയും ടീച്ചർമാരെയും കാണുമ്പോഴുള്ള പേടി. ഓക്കെ, ലാസ്റ്റ് ഇമോജിയിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് യെല്ലോ കൊണ്ട്. ഓക്കെ, വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ. നിർബന്ധിച്ച് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ദേഷ്യവും സങ്കടമൊക്കെ വരും, അല്ലേ? നോക്കിയേ, ഫസ്റ്റ് ഇമോജിയാണ്, അല്ലേ? ആ ഫീലിംഗ് ആണ് ഗ്രീൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ? യെസ്. നാലാമത്തെ നോക്കൂ, വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്. അമ്മയുടെ ഉമ്മ കിട്ടുമ്പോഴുള്ള ഫീലിംഗ് എന്താണ്? വാവ്, നല്ല നമുക്ക് വളരെ ഹാപ്പി ആവും, അല്ലേ? അമ്മ നമ്മളെ കിസ് ചെയ്യുമ്പോൾ. യെസ്, അതാണ് നാലാമത്തത്. മൂന്നാമത്തെ ഇമോജിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് നോക്കൂ. ഓക്കെ, ആക്ടിവിറ്റി 3 നോക്കൂ, ആർട്ട് ഗാലറി. ഓക്കെ, ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദ കിസ്സിങ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. എന്താ പറയുന്നത്? ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ കൈ വെച്ചിട്ട് അതിൽ നിങ്ങൾ ട്രേസ് ചെയ്യുക. കൈ ഇതുകൊണ്ട് ഇവിടെ ചിത്രം കൊടുത്തുണ്ട്, അതുപോലെ ട്രേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ടോ ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലവഡ് വൺസ്. കളർ ഓർ പെയിൻറ്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. ഒന്നുമില്ല, അത് നിങ്ങളുടെ ഒരു കൈ ഇങ്ങനെ ഉള്ളം കൈ ഇങ്ങനെ വെച്ചിട്ട് അതിനെ ട്രേസ് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ആർക്കെങ്കിലും, ഓക്കെ, അച്ഛനാവാം, ഡിയർ ഡാഡ് ഐ ലവ് യു എന്ന് പറയാം, ഡിയർ മോം ഐ ലവ് യു എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ ടീച്ചർ എഴുതി നോക്കിയേ, അപ്പു യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എന്ത് മെസ്സേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എഴുതാം. എന്നിട്ട് നിങ്ങളുടെ ഡിയർ വൺസിന് നിങ്ങൾ കാണിക്കുന്ന പോലെ കാണിക്കുക. സ്കൂളിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചെറിയൊരു ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് വേ. എന്താ പറഞ്ഞത്? സ്റ്റോറിയിലെ കുറച്ച് സീനുകൾ ജംബിൾഡ് ആയിട്ട്, അല്ല എങ്ങനെ ഓർഡറിലാണ് തന്നിട്ടുണ്ട്. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഓക്കെ, അതിനെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടീച്ചർ അത് എഴുതുന്നതിന് പകരം ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, റെഡ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഈ യെല്ലോ ബോക്സിനുള്ള റെഡ് കൊണ്ട് എഴുതിയിട്ട് കണ്ടോ? ആ ഓർഡറിലാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. 1 എന്നുള്ളത് ആദ്യത്തെ സെൻറ്റൻസ് ആയിട്ട് എഴുതണം. മനസ്സിലായില്ലേ? ഓക്കെ, അവിടെ ഒന്നാമത്തെ സെൻറ്റൻസ് ഏതാ നോക്കിയേ, അവിടെ 1 എഴുതി നോക്ക്. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അതാണ് ആദ്യത്തെ സെൻറ്റൻസ് കേട്ടോ. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എന്നുള്ളതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയേ, 2 എഴുതി നോക്കിയേ.
മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. ഓക്കെ, ഒരു സീക്രട്ട് പറയാമെന്ന് അമ്മ റക്കൂൺ പറഞ്ഞു. മൂന്നാമത്തത്, മിസ് റക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. റക്കൂൺ, ചെസ്റ്റർ റക്കൂണിൻ്റെ ഉള്ളം കയ്യിൽ അമ്മ റക്കൂൺ ഉമ്മ കൊടുത്തു. നാലാമത്തതോ, 4 എഴുതി നോക്കി. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ തിരിച്ച് അമ്മയുടെ കൈ പിടിച്ചിട്ട് ഉള്ളം കയ്യിൽ ഉമ്മ കൊടുത്തു. അഞ്ചാമത്തത്, ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചെസ്റ്റർ ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോയി. ഓക്കെ, അതാണ് ഓർഡറിൽ കൊടുത്തിട്ടുള്ളത്. ടീച്ചർ എഴുതിയ നമ്പറിനനുസരിച്ച് നിങ്ങൾ ഓർഡറിൽ എഴുതുക കേട്ടോ മക്കളെ. അടുത്തത് ആക്ടിവിറ്റി 5. ചെസ്റ്റർ റാക്കൂൺ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. His mother compels him. Here is a part of the conversation that takes place between them. Complete the conversation and roll. Okay. എന്താ പറയുന്നത് വെച്ചാൽ അമ്മയും മോനും തമ്മിലുള്ള സംഭാഷണം തന്നിട്ടുണ്ട്. സ്കൂളിൽ പോകണ്ടെന്ന് മോൻ പറയുമ്പോൾ അമ്മ റക്കൂൺ പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അമ്മയും മോനും തമ്മിലുള്ള ചെറിയൊരു കോൺവെർസേഷൻ നമ്മളോട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഇത് ടീച്ചറുടെ ഐഡിയ ഒക്കെ എഴുതിയതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. ആവുന്നില്ലെങ്കിൽ മാത്രം ഇത് കോപ്പി ചെയ്യുക കേട്ടോ. ഓക്കെ, വായിക്കാം, ശ്രദ്ധിക്കണേ. ചെസ്റ്റർ, മാ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മേ, എനിക്ക് സ്കൂളിലേക്ക് പോകണ്ടെന്ന് ചെസ്റ്റർ പറഞ്ഞു. അപ്പം മദർ ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻ സൺ, വൈ ഡോണ്ട് യു വോണ്ട് ടു ഗോ ടു സ്കൂൾ? എന്താ പറ്റിയത് മോനെ, നിനക്ക് എന്താ സ്കൂളിൽ പോകണ്ടാത്തത് അമ്മ ചോദിച്ചു. അപ്പോൾ ചെസ്റ്റർ എന്താ പറയുന്നത്, മാ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എന്താ പറയുന്നത്, അമ്മേ, എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കണം, എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങൾ ടോയ്സ് വെച്ച് കളിക്കണമെന്ന് ചെസ്റ്റർ പറഞ്ഞു. അപ്പോൾ അമ്മ പറയാണ്, മദർ, ഓ ഡിയർ, യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ന്യൂ ടോയ്സ് ഇൻ സ്കൂൾ. നിനക്ക് കുറേ ഫ്രണ്ട്സിനെയും കുറേ ടോയ്സൊക്കെ നിനക്ക് സ്കൂളിലും കിട്ടുമെന്നാണ് അമ്മ റാക്കൂൺ പറയുന്നത്. ചെസ്റ്റർ, നോ മാ, ഐ വാണ്ട് ടു ബി വിത്ത് യു, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ പ്ലീസ്. എന്താ പറയുന്നത്, അല്ല അമ്മ, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം, എനിക്ക് അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം, എനിക്ക് സ്കൂളിൽ പോകണ്ട പ്ലീസ് എന്നാണ് ചെസ്റ്റർ അപ്പോൾ പറഞ്ഞത്. അപ്പം മദർ പിന്നെയും പറയണം, ഓക്കെ പ്ലീസ് ഡോണ്ട് ക്രൈ സൺ, ആർ യു സ്കെയർഡ് ടു ഗോ ടു സ്കൂൾ. അപ്പം അമ്മ ചോദിക്കണം, ശരി നീ കരയല്ല, നിനക്ക് പേടിയാണോ സ്കൂളിലേക്ക് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ചെസ്റ്റർ എന്താ പറയുന്നത്, യെസ് മാ, ഐ ആം സ്കെയർഡ് ഓഫ് ദ ന്യൂ പ്ലേസ് ആൻഡ് ന്യൂ പീപ്പിൾ. എന്താ പറയുന്നത്, അതെ അമ്മ, എനിക്ക് പുതിയ ആൾക്കാരും പുതിയ സ്ഥലമൊക്കെ ആയതുകൊണ്ട് എനിക്ക് പേടിയാണെന്ന് ചെസ്റ്റർ പറഞ്ഞു. അപ്പോൾ അമ്മ എന്താ പറയുന്നത്, ഓ സൺ, യു വിൽ ഫീൽ സ്കെയറി അറ്റ് ഫസ്റ്റ്, ബട്ട് വൺസ് യു സ്റ്റാർട്ട് ഗോയിങ് യു വിൽ ലവ് സ്കൂൾ ആൻഡ് യുവർ ഫ്രണ്ട്സ്. എന്താ പറയുന്നത്, ഓ മോനെ, നീ പേടിക്കൊന്നും ചെയ്യണ്ട, നിനക്ക് ആദ്യം പേടിയൊക്കെ തോന്നുമെങ്കിലും നീ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് സ്കൂളും നിൻ്റെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ നിനക്ക് ഇഷ്ടമാവും, നീ അവരെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങുമെന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ചെസ്റ്റർ, ക്യാൻ യു ഓൾസോ കം വിത്ത് മീ ടു സ്കൂൾ, ഐ ആം സ്കെയർഡ് ടു ഗോ വിത്തൗട്ട് യു. അമ്മ പിന്നെയും ചെസ്റ്റർ ചോദിക്കണം, അമ്മയ്ക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ, അമ്മ ഇല്ലാണ്ട് പോകാൻ എനിക്ക് പേടിയാവുന്നതുകൊണ്ട് അമ്മയും എൻ്റെ കൂടെ വരുമോ എന്നാണ് പിന്നെയും ചെസ്റ്റർ ചോദിക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നത്, നോ ഡിയർ, ലെറ്റ് മീ ടെൽ യു എ സീക്രട്ട് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു ഓവർകം യുവർ ഫിയർ. എന്താ പറയുന്നത്, ഇല്ല മോനെ, അമ്മ സ്കൂളിൽ വരാനൊന്നും പറ്റില്ല, പക്ഷേ അമ്മ കൂടെ ഉണ്ടാവുന്ന രീതിയിൽ അമ്മ നിനക്കൊരു സീക്രട്ട് പറഞ്ഞു തരാം, അത് നിൻ്റെ പേടിയെ ഇല്ലാണ്ടാക്കും. ഓക്കെ, ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ തരണം ചെയ്യുക, ആ പേടി ഇല്ലാണ്ടാക്കുന്ന ഒരു സീക്രട്ട് അമ്മ പറഞ്ഞു തരാം എന്നാണ് ചെസ്റ്റർ അമ്മ പറയുന്നത്. അപ്പോൾ ചെസ്റ്റർ ചോദിക്കുന്നതാണ്, എ സീക്രട്ട്, വാട്ട് ഈസ് ഇറ്റ് മാ, ഒരു രഹസ്യമോ, എന്താണ് അമ്മ അത് എന്ന് ചോദിച്ചു. അപ്പം മദർ പറയാണ്, യെസ്, എ വണ്ടർഫുൾ സീക്രട്ട്, ഇറ്റ് ഈസ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്, വിൽ എക്സ്പ്ലെയിൻ ടു യു. ഓക്കെ, ഞാൻ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടർഫുൾ സീക്രട്ടാണ് അത്, കിസ്സിങ് ഹാൻഡ് എന്ന് പറയുമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെയാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. ആക്ടിവിറ്റി 6 നോക്കൂ. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്. ഹിയർ ഈസ് വാട്ട് ഹി സീസ്, ഡിസ്ക്രൈബ് ഇറ്റ്. ഓക്കെ, ചെസ്റ്റർ അമ്മയും സ്കൂളിലെത്തിയപ്പോൾ അവൻ സ്കൂളിൽ കണ്ട കാര്യങ്ങൾ, സ്കൂളിൻ്റെ ഓഫീസിൽ കണ്ട കാര്യങ്ങൾ നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നോക്കാമല്ലോ നമുക്ക്. ഫസ്റ്റ്, ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ റീച്ച്ഡ് ദ സ്കൂൾ ഓഫീസ്. എവ്രിതിങ് വാസ് നീറ്റ്ലി അറേഞ്ച്ഡ് ദർ. അവർ സ്കൂളിലെത്തിയപ്പോൾ എന്താ കണ്ടത്, എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെസ്റ്റർ കണ്ടു. ചെസ്റ്റർ സോ ദ പ്രിൻസിപ്പൽ ടോക്കിംഗ് സീരിയസ്ലി ടു അനദർ ടീച്ചർ. ചെസ്റ്റർ വേറെന്താ കണ്ടത്, പ്രിൻസിപ്പൾ അവിടെ ഇരുന്നിട്ട് അടുത്ത് നിൽക്കുന്ന ടീച്ചറോട് എന്തോ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ചെസ്റ്റർ കണ്ടു. 2 teachers were sitting there writing something. 2 ടീച്ചേഴ്സ് അവിടെ ഇരുന്നിട്ട് അവർ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു. There was a clock on the wall. Chester saw the name of the school written on the board on the wall. ഓക്കെ, അവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു ചുമരിൽ, പിന്നെ അതുപോലെ സ്കൂളിൻ്റെ പേര് അവിടെ
ചുമരിൽ എഴുതി വെച്ചത് ചെസ്റ്റർ കണ്ടു. എന്താണ് സ്കൂളിൻ്റെ പേര്? ABC സ്കൂൾ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അടുത്തതോ? എ കളർഫുൾ കാർപ്പറ്റ് വാസ് ഓൺ ദ ഫ്ലോർ ആൻഡ് ദർ വാസ് എ സ്മോൾ റെഡ് ഡസ്റ്റ്ബിൻ ബിസൈഡ് ദ ഡെസ്ക്. എന്താ പറഞ്ഞത്? അവിടെ നിലത്തൊരു കാർപ്പറ്റ് ഉണ്ടായിരുന്നു. അത് കൂടാതെ ആ ഡെസ്കിൻ്റെ സൈഡിൽ ബിസൈഡ്, അവിടെ ഡെസ്കിൻ്റെ സൈഡിൽ എന്തുണ്ടായിരുന്നു? ഒരു റെഡ് കാർപ്പറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എ കളർഫുൾ അത് പറഞ്ഞു. എ ഫാൻ ഈസ് ഹാങ്ങിങ് ഫ്രം ദ സീലിംഗ്. ഒരു ഫാൻ അവിടെ സീലിങ്ങിൽ കറങ്ങുന്നുണ്ടായിരുന്നു. എവ്രി വൺ ഇൻ ദ ഓഫീസ് ലുക്ക്ഡ് ബിസി. ആ ഓഫീസിലുള്ള എല്ലാവരും വളരെ ബിസി ആയിട്ടാണ് ചെസ്റ്ററിന് തോന്നിയത്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 7 ആണ്. നോക്കിയേ. ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. ചെസ്റ്റർ സ്കൂളിൽ വന്നിട്ട് ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്നു. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്. ടീച്ചർ വന്നിട്ട് അവരെ പരിചയപ്പെടുത്തി. ഓക്കെ, ഷീ ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ്. ഷീ ആസ്ക്സ് എന്താണ്? കുട്ടികളോടൊക്കെ ചോദിച്ചു. എന്താണ്? അവരോട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ചെസ്റ്റർ അവനെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് നോക്കിയേ? മൈ സെൽഫ്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഐ ആം ചെസ്റ്റർ റാക്കൂൺ. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റാക്കൂൺ. മൈ മദർ ഈസ് ചെൽസ റാക്കൂൺ. ഐ ലവ് മൈ പാരൻസ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഇത്രയൊക്കെയാണ് എന്താണ് ചെസ്റ്റർ റാക്കൂൺ പറഞ്ഞതല്ലേ. ഞാൻ ചെസ്റ്റർ റാക്കൂണാണ്, ഞാൻ കാട്ടിൽ നിന്നാണ് വരുന്നത്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ പേര് പറഞ്ഞു. പിന്നെ എനിക്ക് അവരോടൊക്കെ സ്നേഹമാണെന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടമാണ്, എന്തൊക്കെയാണ്, ഓടുന്നതും ചാടുന്നതും കളിക്കുന്നതും ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇവിടുന്ന് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്നും ചെസ്റ്റർ റാക്കൂൺ പറഞ്ഞു. ഇനി നമ്മളോട് എന്താ പറയുന്നത് നോക്കിയേ. നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ്. നിങ്ങൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? യു മേ റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ പറയാം നമുക്ക്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. മൈ നെയിം ഈസ് അർജുൻ. ഒരു പേരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേര് അവിടെ എഴുതുക. ഓക്കെ, ടീച്ചർ വെറുതെ ഒരു പേര് എഴുതിയതാണ് അവിടെ. ഓക്കെ, ഐ ആം ഫ്രം സേ കണ്ണൂർ. ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേര് എഴുതണം. അവിടെ ടീച്ചർ കണ്ണൂർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേര് എഴുതുക. ഐ ലൈക്ക് ടു ഡ്രോ, പെയിൻറ്റ് ആൻഡ് ഡാൻസ് ഇൻ മൈ ഫ്രീ ടൈം. ഓക്കെ, ഫ്രീ ടൈമിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്? ഡ്രോ ചെയ്യാൻ ഇഷ്ടമാണ്, പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യാനും ഇഷ്ടമാണ്. മൈ ഫാദേഴ്സ് നെയിം ഈസ് പ്രകാശൻ ആൻഡ് ഹീ ഈസ് എ ഡോക്ടർ. എൻ്റെ അച്ഛൻ്റെ പേര് പ്രകാശൻ എന്നാണ്. എൻ്റെ അച്ഛനൊരു ഡോക്ടറാണ്. മൈ മദേഴ്സ് നെയിം ഈസ് സരിത ആൻഡ് ഷീ ഈസ് എ ടീച്ചർ. എൻ്റെ അമ്മയുടെ പേര് സരിത എന്നാണ്. അവരൊരു ടീച്ചറാണ്. ഓക്കെ, ഐ ഹാവ് എ സിസ്റ്റർ. എനിക്കൊരു സിസ്റ്റർ, സഹോദരിയുണ്ട്. ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ഇതുപോലെ നിങ്ങളും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ മക്കളെ. അടുത്തത് ആക്ടിവിറ്റി 8. When Chester and his mother reached school, they happened to see a notice board. Let's read the notice. Okay, ഒരു നോട്ടീസ് ബോർഡ് കണ്ടു ചെസ്റ്ററും അമ്മയും സ്കൂളിലെത്തിയപ്പോൾ. എന്താണ് നോട്ടീസ് ബോർഡിൽ എഴുതിയത് നോക്കിയേ. അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി. ഡൂസും ഡോൺസും ആണ് കേട്ടോ. ഡൂസിൽ എന്തൊക്കെയാണുള്ളത്? അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി, റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്, ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ്സ് ഇൻ ടൈം, തരുന്ന അസൈൻമെൻറ്റുകൾ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം, ടൈമിൽ തന്നെ സ്കൂളിലെത്തണം. കീപ് ദ സ്കൂൾ ക്ലീൻ, സ്കൂളൊക്കെ ക്ലീനായിട്ട് വെക്കണം. ഡോൺസ് എന്തൊക്കെയാണ്? ഡോൺ സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി, രാവിലത്തെ അസംബ്ലി മിസ് ചെയ്യാനേ പാടില്ല. ഡോൺ ബ്രിങ് മൊബൈൽ ഫോൺ, സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്, എന്താണ്, മോശമായിട്ടുള്ള ഭാഷകളൊന്നും സ്കൂളിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഡോൺ ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി, സ്കൂളിൻ്റെ സാധനങ്ങളൊന്നും ഡാമേജ് ചെയ്ത് പൊട്ടിച്ച് കളയാൻ പാടില്ല അല്ലേ. ഡോൺ ലിറ്റർ ദ സ്കൂൾ പ്രെമിസസ്, എന്താ പറയുന്നത്, ലിറ്റർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇടുക കേട്ടോ. സ്കൂളിൻ്റെ പ്രെമിസസിലൊന്നും ചുറ്റുവട്ടത്തൊന്നും വേസ്റ്റ് എറിയാൻ പാടില്ല എന്നാണ് ആദ്യത്തെ നോട്ടീസ് ബോർഡിലുള്ളത് അല്ലേ. ഇനി എന്താ നമ്മളോട് പറയുന്നത് നോക്കൂ. ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടീച്ചർ ലീവാണെന്ന് വിചാരിക്കുക. റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ്
ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ. ഓക്കെ, ടീച്ചർ ഇല്ലാത്തപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒരു ഡൂസും ഡോൺസും എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നോക്കാമല്ലോ നമ്മളൊക്കെ എന്തൊക്കെ എഴുതാൻ പറ്റുകയെന്ന്. ഡൂസിൽ പറയാം, എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിത്രം വരയ്ക്കുക, പാട്ട് പാടുക, അങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കംപ്ലീറ്റ് ദ മിസ്സിംഗ് നോട്ട്സ്. എന്തെങ്കിലും നോട്ടൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ, എഴുതിയതൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. റിവൈസ് വാട്ട് യു സ്റ്റഡിയഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. എന്ത് ചെയ്യാം, ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണോ പഠിപ്പിച്ചത് അത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഹെൽപ്പ് യുവർ ക്ലാസ്മേറ്റ്സ് വിത്ത് ദെയർ സ്റ്റഡീസ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിൽ ആർക്കെങ്കിലും ക്ലാസ് മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കൂടെ ഇരുന്ന് അവർക്കത് പറഞ്ഞു കൊടുക്കാം. കീപ് ദ ക്ലാസ് റൂം ക്ലീൻ. ക്ലാസ് റൂമൊക്കെ നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, അതിന് ഡോൺസ് എന്തൊക്കെയാണ്? ഡോൺ ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. ഇവിടുന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യരുത്. ഡോൺ വേസ്റ്റ് ടൈം ബൈ ടോക്കിംഗ്. വെറുതെ സംസാരിച്ച് സമയം കളയരുത്. ഡോൺ ഷൗട്ട് ഓർ മേക്ക് നോയ്സ്. വെറുതെ ഒച്ച ഉണ്ടാക്കരുത് അല്ലേ. ഡോൺ ഫൈറ്റ് വിത്ത് ക്ലാസ്മേറ്റ്സ്. കൂട്ടുകാരായിട്ട് അടികൂടരുത്. ഡോണ്ട് യൂസ് ബാഡ് ലാംഗ്വേജ്. മോശം ഭാഷ, ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആക്ടിവിറ്റി 9 നോക്കൂ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻ. ഓക്കെ, ഈ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. അവിടെ വിത്തിൻ്റെ അടിയിൽ വരയിട്ടുണ്ട് അല്ലേ. ഐ വാണ്ട് ടു പ്ലേ വിത്ത്, എൻ്റെ കൂട്ടുകാരുടെ കൂടെ, കൂടെ എന്നുള്ളതാണ് വിത്ത്. ഓക്കെ, ഐ വാണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്. സ്വിങ്ങിൻ്റെ മേലെ അല്ലെങ്കിൽ ഊഞ്ഞാലിരുന്ന് എനിക്ക് ഊഞ്ഞാലാടണം, ഓൺ അല്ലേ. പിന്നെയോ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട, ടു സ്കൂൾ, സ്കൂളിലേക്ക്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. എന്താണ്, അമ്മയുടെ ഉമ്മ അവന് കയ്യിൽ നിന്ന് ഇങ്ങനെ റഷ് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് കയറുന്ന പോലെ തോന്നിയല്ലേ. ഫ്രം ഹിസ് ഹാൻഡ്. ഫ്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്നാണ്. ഓക്കെ, ഫ്രം. ഓക്കെ, അതിന് അത് വരുന്ന വേർഡ്സ് ഈ എന്താണ് വിത്തും ഓണും ടൂവും ഫ്രം ഒക്കെ വരുന്ന വേർഡ്സ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി പിക്ക് ഔട്ട് എ ഫ്യൂ സിമിലർ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ആദ്യ സെൻറ്റൻസ് എഴുതി നോക്കൂ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. കണ്ടോ? ഇനിയോ ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഓക്കെ, അതൊക്കെ അവിടെ വിത്താണ് വരുന്നത് അല്ലേ. അടുത്ത് നോക്കൂ. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. പിന്നെയോ ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. അല്ലേ, അവിടെയൊക്കെ ഫ്രം ആണ് വരുന്നത് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 10 ആണ്. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റാക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്. ബ്രാക്കറ്റിൽ തന്നത് വിത്ത്, ടു, ഫ്രം, ഇൻ. ഓക്കെ, ഈ 4 വേർഡ്സ് എവിടെയൊക്കെയാണോ മിസ്സായിട്ടുള്ളത് അവിടെ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, വേഗം വേഗം വായിക്കാൻ ടീച്ചർ നോക്കണേ. ടീച്ചർ ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മി യുവർ നെയിം. പേര് പറയാമോ ചോദിച്ചു ടീച്ചർ. ചെസ്റ്റർ. ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റാക്കൂൺ. ഞാൻ ചെസ്റ്റർ റാക്കൂൺ ആണ് പറഞ്ഞു. ടീച്ചർ ചോദിക്കുകയാണ് വേർ ആർ യു ഫ്രം. നീ എവിടെ നിന്നാണ്? അപ്പോൾ ചെസ്റ്റർ എന്താ പറയുന്നത്? ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. കേട്ടോ, ഐ ആം ഫ്രം, ഞാൻ ഫോറസ്റ്റിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രം വരണം. ഓക്കെ, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്, അതൊരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ടീച്ചർ പറയാണ് വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ്. നീ എന്താണ് ഫോറസ്റ്റ് ചെയ്യുക? ഇൻ ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ നീ എന്താണ്, നിനക്ക് എന്താണ് ഇഷ്ടം അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെസ്റ്റർ എന്താ പറയുന്നത്? ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ഓക്കെ, മരത്തിൻ്റെ തണലിരുന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാറാണ് ചെയ്തത്. ടീച്ചർ ദാറ്റ് മസ്റ്റ് ബി ഫൺ. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്. ഓക്കെ, അത് നല്ല തമാശയാണല്ലോ, കൂട്ടുകാരോട് കളിക്കുന്നത് നല്ല നല്ല രസമുള്ള കാര്യമാണ്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം എന്ന് ടീച്ചർ ചോദിച്ചു. ചെസ്റ്റർ പറയുന്നത് എന്താ നോക്കൂ. ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. വിത്ത് മൈ ഫ്രണ്ട്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് വരണം. ഓക്കെ, കൂടെ എന്ന് പറയാൻ വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചു പൊത്ത് അല്ലേ, ഒളിച്ചേ കണ്ടേ എന്നുള്ള കളിയില്ലേ, ഒളിച്ച് കളിക്കുക, അതാണ് കളിക്കാറെന്ന് പറഞ്ഞു ചെസ്റ്റർ. ടീച്ചർ ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ. വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്. നീ എപ്പോഴാണ് നിൻ്റെ വീട്ടിലേക്ക് പോകുക? ടു യുവർ ഹൗസ്, വീട്ടിലേക്ക്, ഏക്ക് എന്ന് വരുമ്പോൾ ടു യുവർ ഹൗസ്. ഓക്കെ, ടു. ഓക്കെ, ചെസ്റ്റർ വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ടീച്ചർ ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് ചെസ്റ്റർ പറഞ്ഞു. ടീച്ചർ ഓക്കെ താങ്ക്സ്, വി വിൽ മീറ്റ് അഗൈൻ. ഓക്കെ ചെസ്റ്റർ, നമുക്ക് വീണ്ടും കാണാൻ പറഞ്ഞിട്ട് ടീച്ചർ പോയി. ഓക്കെ, അപ്പോൾ 4 വേർഡ്സ് വരുന്നത് മനസ്സിലായില്ലേ? ഫ്രം എന്ന് പറഞ്ഞാൽ
ഫ്രം ദ ഫോറസ്റ്റ്, ഫോറസ്റ്റിൽ നിന്ന്. ഇൻ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൽ എന്താണ്, നീ അവിടെ എന്താണ് ചെയ്യുന്നത്. ഇൻ ദ ഫോറസ്റ്റ്, ഫോറസ്റ്റിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് അത്. ഓക്കെ. വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ. ടു യുവർ ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക്. ഓക്കെ. ആക്ടിവിറ്റി 11 ആണ്. ദ ഫോളോയിങ് ഈസ് ദ ഡയറി എൻട്രി ഓഫ് ഏനു. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. ഓക്കെ. ഏനു എഴുതിയ ഒരു ഡയറിയാണിത്. അതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. വായിച്ചിട്ട് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ആദ്യത്തെ നോക്കിയേ, ഐ വെൻറ്റ്. അവിടെ ഐൻ്റെ അടിയിൽ അവർ വരിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഐ? അത് തെറ്റാണ് അവിടെ. ഓക്കെ. അവിടെ ക്യാപിറ്റൽ ഐ വേണം അല്ലേ? ഒരു സെൻറ്റൻസ് തുടങ്ങലാണ്. അപ്പോൾ ഓൾവേസ് ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. ഓക്കെ. ക്യാപിറ്റൽ ഐ വേണം. പിന്നെ ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. ഞാനൊരു കടയിലേക്ക് പോയി. എന്തിനാണ്? കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ. ഏക്ക്, വീട്ടിലേക്ക് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് എഴുതുക? ടു എന്നാണ് വേണ്ടത് അവിടെ കേട്ടോ. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ വിത്ത് തെറ്റാണ്, അവിടെ ടു എഴുതണം. ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ്. ഷെൽഫിലേക്ക് ഓറഞ്ച് കണ്ടു എന്നാണോ? അല്ല, ഓൺ ദ ഷെൽഫ് അല്ലേ? ഷെൽഫിൻ്റെ മേലെ ഒരു ഓറഞ്ച് ഇരിക്കുന്നത് കണ്ടു. ആൻഡ് ഡിസൈഡഡ് ടു ബൈറ്റ്. ഓറഞ്ച് വാങ്ങാൻ തീരുമാനിച്ചു. ഐ മെറ്റ് മൈ ഫ്രണ്ട്സ് ഇൻ ദാറ്റ് സ്റ്റോർ. എവിടെയാണ് കണ്ടത്? ഒരു സ്റ്റോറിൻ്റെ മേലെയാണോ ഫ്രണ്ടിനെ കണ്ടതല്ല, സ്റ്റോറിൻ്റെ ഉള്ളിലാണ് കണ്ടതല്ലേ? ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ. ഓൺ എന്ന് പറഞ്ഞാൽ മേലെ, ഓൺ ദ ടേബിൾ. ഓക്കെ. ഓൺ ദ ഷെൽഫ് എന്നൊക്കെ കണ്ടു, അത് മേലെ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ നമ്മൾ ഫ്രണ്ടിനെ ഉള്ളിൽ കണ്ടു. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ. സ്റ്റോറിൻ്റെ ഉള്ളിൽ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, ഉള്ളിൽ. അപ്പോൾ ഇൻ വരണം. അടുത്തതോ മൈൻ്റെ എം എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. എഗെയിൻ ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഒരു പുതിയ സെൻറ്റൻസ് തുടങ്ങലാണ്. അപ്പോൾ എം എപ്പോഴും അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ടു ദ പാർക്ക്. പാർക്കിലേക്ക് എന്ന് പറയാൻ ടു ആണ് വേണ്ടത്. ഓക്കെ. ആൻഡ് ഐ വെൻറ്റ് ഫ്രം ഹെർ. ഞാൻ അവളുടെ കൂടെ പോയി എന്നെങ്ങനെ പറയുക? വിത്ത് ഹെർ. വിത്ത് ആണ്. ഫ്രം തെറ്റാണ്, അവിടെ വിത്ത് എഴുതണം. ഓക്കെ. അടുത്തത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. വി എന്ന് എഴുതുമ്പോൾ ഡബ്ല്യു ക്യാപിറ്റൽ വേണം. അതുകൊണ്ട് വിൻ്റെ ഡബ്ല്യു ക്യാപിറ്റൽ എഴുതുക കേട്ടോ. വി സാറ്റ് ഓൺ ആണ് അവിടെ വേണ്ടത്. അറ്റ് ദ ബെഞ്ച് അല്ല, ഓൺ ദ ബെഞ്ച്. ബെഞ്ചിൻ്റെ മേലെ ഇരുന്ന് പറയുമ്പോൾ ഓൺ ദ ബെഞ്ചാണ്. ഓക്കെ. ആൻഡ് എയ്റ്റ് ദ ഓറഞ്ച് ടുഗെദർ. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ ഇൻ ടു ദ ഗാർബേജ്. അവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് തുടങ്ങിയതുകൊണ്ട് ഐ ക്യാപിറ്റൽ വേണം. പിന്നെയോ ഓറഞ്ച് പീൽ, ഓറഞ്ചിൻ്റെ തൊലി എവിടത്തേക്കാണ് കളഞ്ഞത്? ഇൻ ടു ദ ഗാർബേജ്. ഗാർബേജിലേക്ക് കളഞ്ഞു. ഓക്കെ. ഇൻ ടു, ഉള്ളിലേക്ക്, ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നടുമ്പോൾ ഇൻ ടു എന്ന് പറയണം കേട്ടോ. ഓക്കെ. ഇൻ ടു ദ ഗാർബേജ്. വിത്തല്ല, ഇൻ ടു ദ ഗാർബേജ്. ഓക്കെ. മനസ്സിലായില്ലേ? ആ റെഡിൽ എഴുതിയതാണ് കറക്റ്റ്. അടിയിൽ അണ്ടർലൈൻ ചെയ്തൊക്കെ തെറ്റാണ്. ആ റെഡിൽ എഴുതിയത് വെച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതണം കേട്ടോ മക്കളെ. ആക്ടിവിറ്റി 12 നോക്കൂ. റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി and split them into two. One has been done for you. Okay. സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ടെണ്ണാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. എന്താ പറയുന്നത്? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ടോയ്സ്. അതിന് രണ്ട് സെൻറ്റൻസ് ആക്കണം. എങ്ങനെ? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഒരു സെൻറ്റൻസ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ് വേറൊരു സെൻറ്റൻസ്. ഓക്കെ. മനസ്സിലായില്ലേ? അതുപോലെ യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. നിനക്ക് പുതിയ ബുക്സ് വായിക്കാം, അതുപോലെ ഊഞ്ഞാൽ ആടാം എന്നാണ് പറയുന്നത്. അതിനെങ്ങനെ എഴുതാം? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, പിന്നെ യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്. അങ്ങനെ രണ്ട് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. മൂന്നാമത്തതോ, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ചെസ്റ്റേഴ്സിൻ്റെ കൈകൾ പിടിച്ചിട്ട് ഫിംഗേഴ്സ് ഇങ്ങനെ വിരലിങ്ങനെ റാപ്പ് ചെയ്ത് പൊതിഞ്ഞ് പിടിച്ചു. അതെങ്ങനെ പറയുക? ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്. രണ്ടാമത്തെ സെൻറ്റൻസ്, ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഓക്കെ. അടുത്ത ആക്ടിവിറ്റി നോക്കിയേ. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസസ്. ഓക്കെ. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ചെറിയ ചെറിയ സെൻറ്റൻസസ് ആക്കി എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ടോ, എ ക്യൂരിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ് ആൻഡ് it liked to explore new places. One day, it found a shiny object and decided to take it back to its cozy den. It placed the object on a soft bed of leaves and stared at it with wonder. The raccoon's eyes sparkled and it had discovered a beautiful toy. Okay. എന്താ പറഞ്ഞത്? ഒരു റക്കൂൺ ഒരു
ഒരു ഒബ്ജക്റ്റ് കിട്ടിയല്ലേ, ഷൈനിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കിട്ടി. എന്നിട്ട് അതിൻ്റെ വീട്ടിലേക്ക് അത് എടുത്ത് കൊണ്ടുപോയിട്ട് അതിനിങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കി. സ്റ്റെയർ ചെയ്യാന്ന് തുറിച്ച് നോക്കുക കേട്ടോ. സ്റ്റെയർഡ്, STARED, സ്റ്റെയർഡാണ്, സ്റ്റാർഡ് അല്ല കേട്ടോ, സ്റ്റെയർഡ്. അതിന് വണ്ടർ, അത്ഭുതത്തോടു കൂടി നോക്കി. അങ്ങനെ പിന്നീട് പെട്ടെന്ന് സന്തോഷം വന്നു. എന്തുകൊണ്ടാണ്? അവനൊരു പുതിയ ടോയ് കണ്ടുപിടിച്ചെന്നുള്ള സന്തോഷം കിട്ടി. അത്രയേ ഉള്ളൊരു ചെറിയ പാരഗ്രാഫാണ്. അതിന് നമ്മൾ ചെറിയ ചെറിയ സെൻറ്റൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ. എ ക്യൂരിയസ് റക്കൂൺ lived in the woods. ഓക്കെ, ഒരു സെൻറ്റൻസായി. അടുത്തതോ, ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. അതിന് പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ഇഷ്ടമായിരുന്നു. ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം എ ക്യൂരിയസ് റക്കൂൺ, വുഡിൽ അല്ലേ, കാട്ടിൻ്റെ ഉള്ളിൽ ഒരു വളരെ ക്യൂരിയസ് ആയിട്ടുള്ള, എല്ലാം അറിയാൻ ആകാംക്ഷയുള്ള ക്യൂരിയസ് ആയിട്ടുള്ള ഒരു റക്കൂൺ ജീവിച്ചിരുന്നു. ഓക്കെ, അടുത്തത് അതിന് ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്, പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങനെ തേടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിരുന്നു. വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജക്റ്റ്. ഒരു ദിവസം എന്താണ്, റക്കൂൺ ഒരു ഷൈനി ആയിട്ടുള്ള ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചു. ദ റക്കൂൺ ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ. അവൻ്റെ വീട്ടിലേക്ക്, ഓക്കെ, വീട്ടിലേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റക്കൂൺ തീരുമാനിച്ചു. ഇറ്റ് പ്ലേസ് ദ ഒബ്ജക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ്. ലീവ്സ്, ഇലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു സോഫ്റ്റ് ബെഡിൻ്റെ മേലെ ആ ഒബ്ജക്റ്റ് കൊണ്ട് വെച്ചു. ദ റക്കൂൺ സ്റ്റെയർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. ആ ഇതിനെ തന്നെ തുറിച്ച് നോക്കിയല്ലേ, സ്റ്റെയർ ചെയ്ത് നോക്കി, ഇങ്ങനെ തുറിച്ച് നോക്കി, വണ്ടർ കൊണ്ട്, അത്ഭുതം കൊണ്ട്. ദ റക്കൂൺസ് ഐസ് സ്പാർക്കിൾഡ്. എന്താണ്? റക്കൂണിൻ്റെ കണ്ണുകൾ സ്പാർക്കിൾഡ്, ഇങ്ങനെ തിളങ്ങി. സ്പാർക്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ തിളങ്ങുക. ഓക്കെ, ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. അതൊരു നല്ല ഭംഗിയുള്ള ഒരു പുതിയ ടോയ്, ഒരു കളിപ്പാട്ടം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവൻ്റെ കണ്ണുകൾ തിളങ്ങിയെന്നാണ് സെൻറ്റൻസ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി ഒരു പസിലാണ്. നിങ്ങൾക്ക് നോക്കാം വേഗം. അക്രോസ് എന്താണ്? മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. മുമ്പോട്ടും പുറകോട്ടും ആടുന്നത് എന്താണ്? സ്വിങ് അല്ലേ, ഊഞ്ഞാൽ, SWING, സ്വിങ്. ഒന്ന് വലത്തോട്ട് നോക്കി, സ്വിങ്. ഇനി എന്താ അടുത്തത്? 5 വലത്തോട്ട്. ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. നമ്മൾ പഠിച്ചു അല്ലേ, എന്താണ്? സന്തോഷത്തോടെ ചാടിത്തുള്ളി പോകുന്നതിന് എന്താ പറയുകയെന്ന് പറഞ്ഞല്ലോ, മൃഗങ്ങളൊക്കെ ചെയ്യുന്നത്? സ്കാമ്പർ, SCAMPER. 5 വലത്തോട്ട് നോക്കൂ, 5 വലത്തോട്ട് കണ്ടോ, സ്കാമ്പർ. അടുത്തത് 7 വലത്തോട്ട്. ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്. എന്താണ്? ഈസ്, വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ലത് അല്ല, ഈസി എന്നുള്ള ഒരു മീനിങ് വരുന്ന വേർഡാണ് പറയുന്നത്. അവിടെ കോസിയാണ്, COSY, കോസി കേട്ടോ. COSY, കോസി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തത് ഡൗൺ, താഴോട്ടേക്കുള്ളതാണ്. 2 ഡൗൺ എന്താ നോക്കൂ. ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. സോഫ്റ്റ് മെറ്റീരിയൽ പൊതിഞ്ഞ് വെക്കുന്നതിന് എന്താ പറയുകയെന്നാണ്. 2 താഴോട്ടേക്ക് എന്താ നോക്കിയേ. റാപ്പ് ചെയ്യുക അല്ലേ, റാപ്പ്, WRAP, റാപ്പ്, പൊതിഞ്ഞ് വെക്കുക. 3 താഴോട്ടേക്ക് നോക്കൂ. റബ് സംതിങ് ജെൻലി വിത്ത് നോസ് ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ. സ്നേഹം കാണിക്കാൻ വേണ്ടി മൂക്ക് കൊണ്ടിങ്ങനെ മൃഗങ്ങളൊക്കെ ഉരയ്ക്കുന്നതിന് പറയുന്ന പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നസിൽ, NUZZLE, നസിൽ കേട്ടോ. അടുത്തത് 4 താഴോട്ടേക്ക്. ഫ്രൈറ്റനിങ്, കോസിങ് ഫിയർ, പേടി ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ്. 4 താഴോട്ടേക്ക് നോക്കൂ. സ്കേറി, SCARY, സ്കേറി. 6 താഴോട്ടേക്ക്. ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഒബ്ജക്റ്റിന് പറയുന്ന പേരാണ് ടോയ് അല്ലേ, TOY, ടോയ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. ആക്ടിവിറ്റിയും കഴിഞ്ഞു, ഈ പാഠവും കഴിഞ്ഞു. നല്ല ഈസി ആയിട്ടുള്ള നല്ലൊരു രസമുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള ടീച്ചറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളൊക്കെ മിസ്സാവാണ്ട് കിട്ടുന്നതായിരിക്കും മക്കളെ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. See you, bye.